നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. കീമും നീറ്റും, ഒന്ന് ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസ്, മറ്റേത് ഓൾ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ്. ഒരെണ്ണത്തിനകത്ത് ബയോളജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, ബോട്ടണി സുവോളജിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്നാൽ പോലും ഈ പറയുന്ന ഒന്ന് കിട്ടേക്കുക, കീമിന് മാത്സിനാണ് വെയിറ്റേജ് കൂടുതൽ, രണ്ടിനും വെയിറ്റേജിന് കൂടുതലും ബോട്ടണി സുവോളജിയും മറ്റേത് മാത്സിനുമാണ് കീമിന്. അന്നേരം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പം ബയോളജി എല്ലാവരും പറഞ്ഞുകൊണ്ട് നീറ്റ് ഭയങ്കര പ്രയാസമാണ് എന്ന് പറയുമ്പോൾ NCERT അരച്ച് കലക്കി പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് NCERT ചെയ്ത് കഴിഞ്ഞാൽ ബയോളജി ഒരു 90% ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും. അവിടെ നിങ്ങൾക്കൊരു വെല്ലുവിളി ആകത്തില്ല. യഥാർത്ഥത്തിൽ ബയോളജി 90% നിങ്ങൾക്ക് സ്കോർ ചെയ്യാം, അതിന് സംശയം വേണ്ട. അത് നീറ്റ് ആസ്പിറൻ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങളുടെ റിപ്പീറ്റേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കും എല്ലാം അറിയാം. പിന്നെ ഈ രണ്ടിടത്തും കീമിനും നീറ്റിനും വെല്ലുവിളിയാവുന്ന ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ പ്രോബ്ലംസ് നല്ല ടഫായിരിക്കും, നീറ്റിൻ്റെയൊക്കെ നല്ല ടഫാണ്. ഇത് നമുക്ക് 1 മിനിറ്റ് കൊണ്ട് ഒരു ഇക്വേഷൻ എടുത്ത് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസർ കണ്ടെത്തുന്നതൊക്കെ നമ്മൾ കാൽക്കുലേറ്റർ ഇല്ലാതൊക്കെ ഇതെല്ലാം ചെയ്യുമ്പോൾ പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. അന്നേരം അത് ഫിസിക്സിൻ്റെ പ്രോബ്ലംസ്, നമ്പർ ഓഫ് പ്രോബ്ലംസ്, ടഫായിട്ടുള്ള പ്രോബ്ലംസ്, കൺസെപ്റ്റും ബേസും അറിഞ്ഞ് ചെയ്താൽ ഓക്കെയാണ്. കെമിസ്ട്രി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ല, കെമിസ്ട്രി നമുക്ക് ഇത്ര മാർക്ക് കിട്ടിയാലും ഓക്കെയാണ്. അന്നേരം ഈ ഒരു രീതിയിൽ വേണം നമ്മളതിന് കാര്യമായിട്ട് എടുക്കാൻ. കീമിന് മാത്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഫിസിക്സിന് പ്രോബ്ലംസ് നന്നായിട്ട് ചെയ്ത് പഠിക്കുക, ഓർഗാനിക് സെക്ഷനും ബാക്കിയുള്ള ഇനോർഗാനിക് സെക്ഷനും കെമിസ്ട്രി അത്യാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കീം ക്രാക്ക് ചെയ്യാനും മറ്റേത് നമുക്ക് ബോട്ടണി സോൾവ് ചെയ്യാൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്യുകയും ഫിസിക്സ് പ്രോബ്ലംസ് നല്ല കിടുകാച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. കെമിസ്ട്രിയോട് ഒന്ന് അത്യാവശ്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നീറ്റ് ഓക്കെയാണ്. ഇതിന് മാക്സിമം മണിക്കൂർ കഷ്ടപ്പെടുന്നത്, ഇപ്പോൾ കീമിനൊരു 10-12 മണിക്കൂർ കഷ്ടപ്പെടണമെങ്കിൽ മറ്റൊരു 14 മണിക്കൂർ 2 മണിക്കൂർ എക്സ്ട്രാ കഷ്ടപ്പെട്ടാലും, കാരണം അത്രയും നമ്മൾ ബോട്ടണി സുവോളജിയും വർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് കണ്ട് കേട്ട് പഠിക്കണം. ഒരു ബുക്ക് വെച്ച് ചിലപ്പോൾ നമുക്ക് പഠിക്കുന്നതിനെക്കാട്ടി നല്ലൊരു പഠിപ്പിക്കുന്നത് കേട്ട് നമ്മുടെ മനസ്സിലത് റെഡിയാക്കി എടുക്കണം. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കീമും നീറ്റും വളരെ എളുപ്പമാണ്. എന്നിട്ട് പരീക്ഷയ്ക്ക് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ മനസ്സിൽ വേണം. നമുക്ക് കിട്ടും എന്ന് നമുക്ക് ഉറപ്പിക്കണം നമ്മുടെ മനസ്സുകൊണ്ട്, എന്നിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. അല്ലാതെ എനിക്ക് കിട്ടത്തില്ല, ഞാൻ അങ്ങനെയല്ല, എനിക്ക് ഉറപ്പിക്കും എനിക്ക് കിട്ടിയിരിക്കും, ഞാൻ കീമാണ് എഴുതെങ്കിൽ എനിക്ക് കീം കിട്ടും, എനിക്ക് നീറ്റ് എഴുതെങ്കിൽ എനിക്ക് ഓൾ ഇന്ത്യ മെഡിക്കൽ ഇതിൽ എനിക്കൊരു റാങ്ക് കിട്ടിയിരിക്കും. ഒരു ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ, ബാക്കി ഇത്രയും റാങ്ക്, അത് നല്ലൊരു റാങ്ക് എനിക്ക് ഉറപ്പായിട്ട് ഞാൻ വരുമെന്ന് നമ്മൾ ഉറപ്പിച്ചങ്ങ് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിജയിച്ചിരിക്കും, സംശയം വേണ്ട. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻറ്റ്സ് ഇടുക. നിങ്ങൾക്ക് അല്ലാതുള്ള വീഡിയോസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ, നെവർ എവർ ഗിവ് അപ്പ്.